എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ അവകാശ പത്രിക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് മൗലിക അവകാശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആൻസർ. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ, അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇതിൽ പറയുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നതാണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ രൂപീകരിച്ച കമ്മീഷന്റെ പേര്, ദേശീയ തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ പ്രവർത്തനം. 4 മധ്യകാല കേരളം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ആൻസർ ആൾറെഡി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിന് നിങ്ങൾ സെന്റൻസ് ആയിട്ട് എഴുതേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മലയാളം, സംസ്കൃതം എന്നീ ഭാഷകൾ മലയാള ഭാഷയുടെ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട്. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നിവ പഴയകാലത്തെ ലിപികളായിരുന്നു. ഭാഷ സംസ്കൃതമാണ്. സംസ്കൃതവും മലയാളവുമായിരുന്നു ആദ്യകാലങ്ങളിലെ ഭാഷ. അവയുടെ സങ്കരമായിരുന്നു. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നിവയാണ് പ്രധാനപ്പെട്ട ലിപികൾ ആയിട്ട് ഉള്ളത്. കൃഷ്ണഗാഥ, തൊഴിൽ പാട്ട്, പിന്നീട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ കൃതികൾ, കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ തുടങ്ങിയവ മെൻഷൻ ചെയ്തുള്ള അതിനൊരു മാർക്ക്. വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ തുടങ്ങിയവ, അതിനോടൊപ്പം ഏറ്റവും അവസാനത്തെ കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകൾ തുടങ്ങിയവയെല്ലാം കൂടെ ലഭിക്കും. ഏറ്റവും അവസാനത്തെ പോയിന്റ് ക്ഷേത്ര ടെമ്പിൾ ആർട്സ് വരുന്നത് കൂത്ത് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടേബിള് നൽകിയിട്ടുള്ളതിന് അതിനനുസരിച്ച് ഓപ്പോസിറ്റുള്ള കാര്യം എഴുതണം. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എന്റെ അവകാശമാണ്. അപ്പോൾ അതേപോലെ അതെന്താണ്, കടമ എങ്ങനെയായി മാറും? എന്നെ സംരക്ഷിക്കുക എന്നത് മാതാപിതാക്കളുടെ കടമയാണ് എന്നുള്ള രീതിയിൽ മാറും. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാസ്സാക്കിയിട്ടുള്ളത്. ആൾക്കുരങ്ങ്, ഹിമക്കരടി എന്നിവയുണ്ട്. ആൾക്കുരങ്ങ് ഇത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഹിമക്കരടി പോളാർ റീജിയൻ അല്ലെങ്കിൽ തുന്ദ്ര റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഇതിലേതെങ്കിലും വർണ്ണത്തിന്റെ പ്രത്യേകത എഴുതുക. അപ്പോൾ ഡെസേർട്ട് ആണെങ്കിൽ ഹോട്ട് ക്ലൈമറ്റ്, സ്പാഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ തുടങ്ങി ഉൾപ്പെടുത്താം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടേബിള് നിങ്ങളുടെ പുസ്തകത്തിൽ അവൈലബിൾ ആണ്. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഭാഗം യൂണിറ്റ് 3 നിന്നുള്ളത്. കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഭക്ഷ്യവസ്തുക്കൾക്ക് കേരളത്തിന് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒന്നാമത്തെ കാരണം കേരളത്തിൽ കൃഷി കുറയുന്നു. കൃഷി ചെയ്യാനുള്ള താല്പര്യം ഇല്ലായ്മ, അതായത് മനോഭാവത്തിന്റെ കുറവ്, മറ്റു മെച്ചപ്പെട്ട തൊഴിൽ മേഖലകളെ ആശ്രയിച്ച് പോകുന്നത്, സേവന മേഖലയുടെ വളർച്ച, കൃഷിഭൂമി കുറഞ്ഞു വരുന്നത്, കൃഷിഭൂമിയിൽ റബ്ബർ കൃഷി ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് പോയിന്റുകളുണ്ട്. ഏത് പോയിന്റ് എഴുതിയാലും ഉത്തരമായിട്ട് വരുന്നതാണ്. കേരളത്തിൽ ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകതയില്ല. രണ്ടിടത്തും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. ചിത്രരചനയ്ക്ക് സ്വീകരിച്ചിരുന്ന ആശയങ്ങൾ രാമായണം, മഹാഭാരതം, ബൈബിള്, പ്രകൃതി രംഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി ഉത്തരം എഴുതാവുന്നതാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ചാണ് പ്രവർത്തനം ഉത്തരമാക്കി എടുക്കേണ്ടത്. വൈദ്യുതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യത്തേത് സോളാർ എനർജിയുടെ ഉപയോഗം നമുക്ക് ഉത്തരമായിട്ട് എഴുതാവുന്നതാണ്. സുസ്ഥിര വികസനത്തിനായി എന്തെല്ലാം ചെയ്യാം? അപ്പം മണ്ണ് മലിനീകരണം, വായു മലിനീകരണം, ജലമലിനീകരണം, ഇതൊക്കെ തടയാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിൽ ഉത്തരം എഴുതിയാൽ മതി. ഗോത്ര സമൂഹത്തിന്റെ പ്രത്യേകതകൾ, അവരുടെ ഭാഷയ്ക്ക് തനതായ പ്രത്യേകത ഉണ്ടായിരുന്നു. ലിപി ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതോപാധി വേട്ടയാടലും കൃഷിയുമായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് താമസിച്ചിരുന്നത്.